ഹായ്, PSC പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എഡ്യൂബ്ലിറ്റ്സിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം 2025 വളരെ സന്തോഷം നിറഞ്ഞൊരു വർഷമായിരിക്കും. കാരണം പ്രധാനപ്പെട്ട പല പരീക്ഷകളും വരുന്നുണ്ട്. അതുപോലെ പഠിച്ചു തുടങ്ങാൻ നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് 2025. കാരണം അടുത്ത് പല എക്സാമുകളും കഴിഞ്ഞു, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. ഇനി വരുന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് വരും. ഇപ്പം നിലവിൽ ഒരുപാട് വന്നിട്ടുണ്ട്, ഇനിയും നല്ല നല്ല എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. തീർച്ചയായും ഈ സമയത്ത് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മൾ കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. പുതിയ വീഡിയോയിൽ നമ്മൾ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള SCERT ചോദ്യങ്ങളാണ്. നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, ഏത് പേജിൽ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് എന്നൊക്കെ പറയും. തീർച്ചയായും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ, ഐസോട്ടോണുകൾ, ഐസോട്ടോപ്പുകൾ, ഉപലോഹങ്ങൾ. ഏതായിരിക്കും ഇതിൻ്റെ കൃത്യമായ ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ എന്താണ്? ഐസോബാറുകളാണ്. ഇത് എവിടെയാണ് വന്നിട്ടുള്ളത്? കെമിസ്ട്രിയുടെ ആറ്റത്തിൻ്റെ ഘടന എന്ന 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ 20ാമത്തെ പേജിൽ അപ്പോൾ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗം കാണാം. നോക്കൂ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളുണ്ട്, അവയെ ഐസോബാറുകൾ എന്ന് പറയുന്നു. തീർച്ചയായും ഈ ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, അതായത് ഐസോട്ടോണുകൾ എന്താ എന്ന് ചോദിക്കാം. അതുപോലെ ചിലപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം. കണ്ടോ, കാൽസ്യവും അതുപോലെ കാൽസ്യവും ആർഗണും ഇതിന് എക്സാമ്പിളാണ്. ഇത് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ലോഹവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് കെമിസ്ട്രിയിൽ ലോഹ നിർമ്മാണം പേജ് നമ്പർ 65 ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് ഏതുമായി ബന്ധപ്പെട്ട ലീച്ചിങ്? അലൂമിനിയമാണ്. എവിടെയാണ്? അലൂമിനിയമാണ്. ഓക്കെ, തീർച്ചയായും ഇവിടെ ഉത്തരം അപ്പോൾ എന്ത് വരും? അലൂമിനിയം. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത്. ഈ അലൂമിനിയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള സ്വർണം, ഇരുമ്പ്, ടിൻ ഇവയൊക്കെ സാന്ദ്രണം നടത്തുന്ന ഏത് രീതിയിലാണ് എന്ന് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൂട്ടത്തിൽ പെടാത്തതേത്? പ്രവേഗം, വേഗം, ത്വരണം, സ്ഥാനാന്തരം. പ്രവേഗവും ത്വരണവും അതുപോലെ തന്നെ സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ്? സദിശ അളവാണ്. അതെന്താണ്? സദിശ അളവാണ്. എന്നാൽ വേഗത മാത്രം എന്താണ്? അത് അതിശ അളവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ്? വേഗം എന്നുള്ളതാണ്. മറ്റുള്ളവയൊക്കെ എന്താണ്? സദിശ അളവുകളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഈ ക്വസ്റ്റ്യൻ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്ന പാഠത്തിൽ കാണാം. ആരാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കണ്ടുപിടിച്ച ആളാണ് ടോറിസെല്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ. ഇത് ഇവിടെ കാണാം, ഈ ബോക്സിൽ കാണാം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ക്ലിയർ അല്ലേ? ടോറിസെല്ലിയാണിത് നിർമ്മിച്ചത്. കണ്ടോ, ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്നത് ടോറിസെല്ലി. തീർച്ചയായും പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമേതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമേതാണ്? കാർബൈഡ്, ഹൈഡ്രജൻ, സമ്പുഷ്ട യുറേനിയം, തോറിയം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ ഊർജ പരിപാലനം എന്ന ഭാഗത്താണ് ഇത് കൊടുത്തിട്ടുള്ളത്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഉത്തരം ബി ആണ്, സമ്പുഷ്ട യുറേനിയം.
ക്ലിയർ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക അടുത്ത എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? നിയോപ്രീൻ, ബ്യൂണ ഐസ്, ഐസോപ്രീൻ, ബ്യൂണ എൻ. എവിടെയാണ് ഉത്തരം നോക്കൂ. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നിട്ടുള്ള പോളിമറാണ് റബ്ബർ. ഇവിടെ പോളിമറാണ് റബ്ബർ അല്ലേ? അതിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ബി ആണ്, ഐസോപ്രീൻ. 8ാം ക്ലാസ്സിൽ വന്ന ഒരു ഭാഗമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ഹ്യൂഗോ ഡീവ്രിസ്, റേച്ചൽ കാഴ്സൺ, വാൾട്ടർ ജി റോസൻ, ഏണസ്റ്റ് ഹെക്കൽ. ഇത് 8ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിന് എന്ന പാഠത്തിൽ കാണാം. ആരാണ്? കണ്ടോ, അവസാനം കണ്ടോ, 1985 ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ ആകുന്നു. 1985 ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ എന്താണ് ജൈവ വൈവിധ്യം? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമേത്? പ്ലാസൻ്റ, ഗർഭാശയം, അബ്നിയോട്ടിക് ദ്രവം, പൊക്കിൾ കുടി. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ്? അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് പ്ലാസൻ്റ സഹായിക്കുന്നു. പ്ലാസൻ്റ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കണ്ണുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അപ്പോൾ എന്താണ് സിറോഫ്താൽമിയ? പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടെ നോക്കൂ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണം കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നതാണ് എന്ത്? സിറോഫ്താൽമിയ. അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് അത് സിറോഫ്താൽമിയ അല്ല കേട്ടോ. ആ ഓപ്ഷൻ തെറ്റി. ഇനി വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ട് നിശാന്തത. വിറ്റാമിൻ ബി ആണോ വിറ്റാമിൻ എ ആണ്? വൈറ്റമിൻ എ ആണ്. അപ്പോൾ അതും അവിടെ മിസ്റ്റേക്ക് വന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. നിങ്ങൾ നോക്കൂ. ഇവിടെ കണ്ടോ, അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. ശരിയല്ലേ? ഈ ഓപ്ഷൻ ശരിയല്ലേ? ശരിയാണ്. ഇനി അടുത്തതാണ് കണ്ണിലെ ലെൻസ് അതാര്യമാവുന്ന അവസ്ഥയാണ് തിമിരം. അതും ശരിയാണ്. ഇതും ഈ പാഠത്തിലുള്ളതാണ് കേട്ടോ. ഇവിടെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. തീർച്ചയായും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഏതൊക്കെ ശരി? 3ഉം 4ഉം ശരി. ഓപ്ഷൻ ബി ആണ്. ഇത് അറിവിൻ്റെ വാതായനങ്ങൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ 28 മുതൽ 29 ഈ 2 പാഠങ്ങളിലായിട്ട് കണ്ണിൻ്റെ രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ളതാണ്. തീർച്ചയായും ഒന്നുകൂടി നോക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ശ്വാസകോശം, കണ്ണ്, ചെവി, വൃക്ക. നിങ്ങൾ 10ാം ക്ലാസ്സിലെ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന പാഠത്തിൽ തന്നെ 24ാമത്തെ പേജിൽ കാണാം. ലെൻസിനും റെറ്റിനക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. തീർച്ചയായും ഇതെവിടെയാണ്? റെറ്റിനയൊക്കെ കണ്ണിലല്ലേ? ദെൻ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? വാസോപ്രസിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, സൊമാറ്റോട്രോപ്പിൻ. 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന പാഠത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. പേജ് നമ്പർ 48. എന്താണ് നോക്കൂ. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഇതിനാണല്ലേ ഭീമാകാരത്വം അല്ലേ? ഇതാണ്, ഈ അവസ്ഥയ്ക്കാണ് ഭീമാകാരത്വം. അപ്പോൾ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. ഉത്തരം ഡി ആണ്, സൊമാറ്റോട്രോപ്പിൻ. ക്ലിയർ? ഉത്തരം ഡി ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കൂ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തിന് ഫഞ്ചൈ,
പ്രോട്ടിസ്റ്റ, മൊണീറ, യൂക്കാരിയ എന്നാണ് പറയുക. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ തരം തിരിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിൽ ഒരു ബോക്സ്, ഒരു കള്ളി കൊടുത്തിട്ടുണ്ട്. അവിടെ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ എല്ലാം 5 കിങ്ഡം വർഗീകരണം അല്ലേ, 5 കിങ്ഡം വർഗീകരണം. ഇവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി ആരാണെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഫസ്റ്റ് തന്നെ അതാരാണ്? മൊണീറയാണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല നമ്മൾ എന്ത് പറയുന്നു? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും. ഇത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ തന്നെയാണ്. കോശജാലങ്ങൾ എന്ന പാഠത്തിൽ കണ്ടോ, സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? സ്ക്ലീറൻ കൈമ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സ്ക്ലീറൻ കൈമ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമേത്? ലെൻറ്റിസൽ, വില്ലസുകൾ, ഡെൻറ്റീൻ, ആൽവിയോലസുകൾ. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ ആഹാരം അന്നപഥത്തിൽ എന്ന ഭാഗത്താണ്. ചെറുകുടലല്ലേ? അപ്പോൾ നോക്കൂ, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വില്ലസുകൾ അല്ലേ, വില്ലസുകൾ. തീർച്ചയായും ഈ വില്ലസിനെ കുറിച്ച് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ കണ്ടോ, ബയോളജിയും ഫിസിക്സിലൊക്കെ ഏകദേശം വരുന്ന ചാപ്റ്ററുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവിടെ നിന്ന് ഏത് ബോക്സിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കസിര, അധോ മഹാസിര, വൃക്കധമനി, ഊർധ മഹാസിര. ഏതാണ്? നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ വിസർജനം സമസ്ഥിതി പാലനത്തിന് അവിടെ കണ്ടോ, മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കയിൽ എത്തുന്നു. ഏതാണ്? വൃക്കാധമനി. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുറച്ച് വലിയൊരു ചോദ്യം അല്ലേ. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും 2ാം ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നു. ശരിയാണോ? കോശ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടം നിങ്ങളിവിടെ കണ്ടോ, 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ ഊർജത്തിനായി ശ്വസിക്കാം. ഇവിടെ കണ്ടോ 2 ഘട്ടങ്ങൾ. ഒന്ന് ഗ്ലൈക്കോളിസിസ് കണ്ടോ. ഇതിൽ എവിടെ വെച്ചാൽ? കോശദ്രവ്യത്തിൽ വെച്ചാണ് ആദ്യഘട്ടം നടക്കുന്നത്. അത് ഇവിടെ ശരിയല്ലേ? കോശദ്രവ്യം. 2ാം ഘട്ടം റൈബോസോമിൽ. അത് ഇവിടെ നോക്കൂ, ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്ന 2ാം ഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഇവിടെ റൈബോസോം. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കൂ. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. ആദ്യഘട്ടമാണ്. അവിടെ നോക്കൂ, ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല. അപ്പോൾ 2ാമത്തതും തെറ്റാണ്. 3ാമത് നോക്കൂ. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഘട്ടമല്ലേ? അവിടെ എത്ര ATP തന്മാത്രകളാണ് സ്വതന്ത്രമാക്കപ്പെടുന്നത്? 2 ATP ആണ്. അപ്പോൾ ആ ഓപ്ഷനും തെറ്റാകുന്നു. ഇനി 4ാമത്തേത്, ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അത് ശരിയാണ് കേട്ടോ, പൈറുവിക്. എന്നിട്ട് 2ാമത്തെ ഘട്ടത്തിൽ ഈ എന്ത് ചെയ്യുന്നു? ഈ പൈറുവിക് ആസിഡിനെയാണ് എന്താക്കി മാറ്റുന്നത്? കണ്ടോ, 2ാമത്തെ കണ്ടോ, പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു. അപ്പോൾ ആദ്യ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആസിഡായി മാറുന്നത്. ഇത് പിന്നീട് കാർബൺ ഡയോക്സൈഡായി മാറുന്നതാണ്. അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഈ ഓപ്ഷൻ 4. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിൽ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അതായത് ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ സയൻസ് ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ വന്ന ഏരിയകൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 9, 10, 8
ഇതിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്റർ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. എല്ലാ എക്സാമിനും ഇവിടുന്ന് തന്നെ വരണം എന്നില്ല, എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഏത് ഭാഗം നോക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നും ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശദീകരണങ്ങളും അതുപോലെ അതിൻ്റെ സോഴ്സുകളും ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ കേട്ട നിങ്ങൾക്ക് നന്ദി. താങ്ക് യു.